നേരത്തെ ഡോക്ടർ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ലഭ്യത എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കണ്ടെത്തുന്നതിലാണ് യഥാർത്ഥ നശീകരണം തുടങ്ങുന്നത്. ഈ വലയിലാകുന്നത് പലപ്പോഴും ഏറ്റവും ചെറിയ പ്രാണികൾ എന്ന് വിശേഷിപ്പിക്കുന്ന പാവപ്പെട്ട കുട്ടികളോ അല്ലെങ്കിൽ ഇതിൻ്റെ കാരിയേഴ്സോ ഒക്കെ ആകുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ കണ്ണികളിലേക്ക് എത്താൻ എന്താണ് ഒരു ഭരണകൂടത്തിനെ പിന്നോട്ട് വലിക്കുന്നത്? താങ്കൾ ഒരു റിട്ടയർഡ് SP ആണ്, പോലീസ് ഓഫീസറാണ്. താങ്കൾക്ക് കൃത്യമായി തന്നെ ഇതിനൊരു ഉത്തരം നൽകാൻ കഴിയും. കാരണം ഏതെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലുകളോ സ്വാധീനമോ ഒക്കെ ഈ തെളിവ് നശിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ 1 ഗ്രാമിൽ താഴേക്ക് കോടതിയിൽ എത്തുമ്പോൾ തെളിവായി നൽകുന്നതിലടക്കമുള്ള കാര്യങ്ങളെ സ്വാധീനിക്കാറുണ്ട്. ഇല്ല, ഡോക്ടർ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഈ പിടികൂടുന്നത് 90% അല്ലെ 95% ഈ താഴെക്കിടയിലുള്ള ഇതിൻ്റെ കാരിയേഴ്സ് അല്ലെങ്കിൽ ഇത് വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ കൈവശം വെച്ചവർ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ്. അതിൻ്റെ സോഴ്സ് തേടി മുന്നോട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് പ്രത്യേകിച്ച് നമ്മൾക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാൻസാക്ഷൻ അല്ല അതിലൂടെ. കാരണം പരസ്പരം പരിചയമുള്ളവർ പോലും ആയിരിക്കില്ല. അത് ചിലപ്പോൾ കണ്ണി മുറിഞ്ഞു പോകും. ചില അന്വേഷണങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ കണ്ണി മുറിഞ്ഞു പോകാറുണ്ട്. അത് ഇപ്പോൾ ശക്തമായ നിലയ്ക്ക് പോലീസും മറ്റും അന്വേഷിക്കുന്നുണ്ട്. ആ കോൾ ഡീറ്റെയിൽസ് എടുത്തും ടവർ ലൊക്കേഷൻ അനുസരിച്ചും അല്ലെങ്കിൽ ഇതിലെ സസ്പെക്റ്റ് ആയിട്ടുള്ള ആളുകളെയും പല രീതിയിലും പോലീസിൻ്റെ അതായ രീതികളിൽ അവരുടെ ശാസ്ത്രീയമായിട്ടും അല്ലാതെയുമുള്ള രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും തട്ടിലേക്കുള്ള ആളുകളിൽ ചെല്ലാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയ വശമല്ല ഞാനീ പറയുന്നത്, ഇതിനൊരു സാമ്പത്തിക വശമുണ്ട്. ഇത് കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു കാര്യമാണ്. ആ മദ്യത്തിൻ്റെത് പോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഒരു സമാന്തര സാമ്പത്തിക ശക്തിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയം ഇന്നതെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇന്ന ആളുകളാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സാമ്പത്തികം അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ സാമ്പത്തികമായിട്ടുള്ളതാകുമ്പോൾ അതിൻ്റെതായ സ്വാധീനങ്ങൾ പല ഘടകങ്ങളിലും വന്നെന്നിരിക്കാം എന്നുള്ളതേ അതിൽ സംസാരിക്കാൻ പറ്റൂ. കാരണം ഇത് നിയന്ത്രിക്കാൻ പറ്റണം. അതിനായി സമൂഹം ഒന്നായിട്ട് ഇറങ്ങണം. കാരണം ഇവര് ആളുകളെ വശീകരിക്കുന്നത്, ഇപ്പം ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ പിടികൂടി മയക്കുമരുന്നുമായിട്ട്. അപ്പോൾ അയാളോട് പോലീസ് ചോദിച്ചപ്പോൾ പറയുന്നത് 15ഓളം ഡോക്ടർമാർ അതിൽ ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സമൂഹത്തിലൊന്ന് മനസ്സിലാക്കണം, സർജറി നടത്തുന്ന ഡോക്ടേഴ്സാണ്. അവർ ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരിയോ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് എങ്കിൽ ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ MDMA എന്നൊക്കെ പറയുന്ന ആ മയക്കുമരുന്ന് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ അതിന് അഡിക്ഷൻ ആകുന്നു എന്നാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതില്ലാതെ നിൽക്കാൻ പറ്റില്ല. ചെറിയ കുട്ടികളെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉറക്കളച്ചിരുന്ന് പഠിക്കുവാനും ഓർമ്മ കിട്ടുവാനും ഒക്കെ എന്നുള്ള രീതിയിലാണ് പ്രചരണം നടത്തുന്നത്. പക്ഷെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകില്ല, അവരതിൻ്റെ കണ്ണിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ചർച്ചകളിൽ പറയുന്നതിനൊക്കെ അപ്പുറത്ത് വ്യാപകമാണ് ഇതിൻ്റെ പിടി. അത് അത്രമാത്രം വ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിൽ. അത് പല ഘടകങ്ങളിലൂടെയാണ് വരുന്നത്, അല്ലെ പല വഴികളിലൂടെയാണ്. നമുക്കത് കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ശക്തമായ ഒരു ശൃംഖലയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സങ്കീർണതയിലേക്ക് പോകുന്നത് അതിന്റെ ഘടകങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് സംവിധാനങ്ങളും ഭരണകൂടത്തിന്റെയും ഒക്കെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇത്രയധികം സങ്കീർണതയിലേക്ക് പോകാതെ തന്നെ പിടികൂടാൻ കഴിയുകയില്ല? താങ്കൾ നേരത്തെ പറഞ്ഞു എവിടെയെങ്കിലും എത്തുമ്പോൾ ഇത് മുറിഞ്ഞു പോകുന്ന ഒരു കണ്ണിയായി അവശേഷിക്കുന്നു എന്നുള്ളത്. അത് മുറിഞ്ഞു പോകുന്നതാണോ അതോ പിന്നീട് തുടർന്ന് അങ്ങോട്ടേക്ക് മുകളിലേക്ക് എത്താൻ തക്കവണ്ണം ഒരു അന്വേഷണം എത്താതിരിക്കാനുള്ള ഒരു സ്വാധീനത്താൽ അത് അവിടെ മുറിയപ്പെടുന്നതാണോ? ഇല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് മുറിക്കുകയോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ ചെയ്യുന്ന ആരും ഇടപെട്ടിട്ടല്ല. ഈ പറയുന്ന മാഫിയ അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ആ ഒരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ അതിനെ അദൃശ്യമായി നിന്ന് നിയന്ത്രിക്കാനുള്ള അവർക്ക് അതിനുള്ള ശേഷിയുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ആളിലേക്കോ ഉന്നതങ്ങളിലേക്കുള്ള ഒരു വ്യാപാരിയിലേക്ക്, അതായത് മയക്കുമരുന്ന് വ്യാപാരിയിലേക്ക് എത്തുമ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള ആ രീതിയിലൊന്നും ഇടപെടുന്ന രാഷ്ട്രീയക്കാരൊന്നും ഈ ഒരു പാർട്ടിയുടെയും ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയില്ല. യാദൃച്ഛികമായിട്ട് ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിപരമായ ബന്ധങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യത്തിൻ്റെയോ പേരിൽ ചിലപ്പോൾ ഇടപെടാം. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ മയക്കുമരുന്നിനെ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. പക്ഷെ അത് നടപ്പിലാക്കി വരുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്.
ശരി.